നമസ്കാരം. ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ ഒന്നാം അധ്യായമായ ഗീതാധ്യാനത്തിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. ഇന്ന് 5-ാമത്തെ അധ്യായം നമുക്ക് തുടങ്ങാം. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വ്യാസ ഋഷിയെയും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ദ്വാദശാക്ഷരമായ ഓം നമോ ഭഗവതേ വാസുദേവായും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എന്തുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണ പരമാത്മനെ നമ്മൾ ഈ പറയണത് നിങ്ങൾ വിചാരിക്കൂലേ? കാരണം ഭഗവാന്റെ അവതാരങ്ങൾ 24, 30, 32 അവതാരങ്ങളെല്ലാം ഉണ്ടെങ്കിലും 10 അവതാരങ്ങളാണ് നമുക്കറിയാം അല്ലേ? മത്സ്യക്കൂർമ്മ, വരാഹശ്ച, നരസിംഹശ്ച വാമന, രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. അതില് ഏറ്റവും മര്യാദാ പുരുഷോത്തമനായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീരാമ ഭഗവാനാണ്. പക്ഷേ ശ്രീരാമ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അദ്ദേഹം മര്യാദാ പുരുഷോത്തമനാണ്. അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി മാത്രമേ അദ്ദേഹം തൻ്റെ ജീവിതചര്യകൾ നടത്തൂ. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നു. ഒരു യോഗിയായിരുന്നു അദ്ദേഹം. എന്നും അദ്ദേഹത്തിന്റെ ദിനചര്യകൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഭഗവാനാണെങ്കിൽ കൂടിയും അദ്ദേഹം സൂര്യോദയത്തിന് 2 മണിക്കൂർ മുമ്പ് ഭഗവാൻ എണീക്കുമായിരുന്നു അത്രേ. അദ്ദേഹം എണീച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രാണായാമങ്ങൾ അതെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധ്യാനം, ഇതെല്ലാം വളരെ ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെ തൻ്റെ ജീവിതത്തിൽ ചെയ്യും അതെല്ലാം ഭഗവാൻ അനുവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയോട് കാണിക്കുന്ന കുറുമ്പ്, പിന്നെ ഗോപസ്ത്രീകളോട് കാണിക്കുന്ന വികൃതി, കൂട്ടുകാരോട് കാണിക്കുന്ന അസൗഹൃദം, എല്ലാം ഭാര്യമാരോട് കാണിക്കുന്ന ആ ഒരു അനുരാഗം, മക്കളോട് കാണിക്കുന്ന പിതൃവാത്സല്യം, ജനങ്ങളോട് കാണിക്കുന്ന അധർമ്മം, എല്ലാം തൻ്റെ ഭക്തരെ, എല്ലാ ഭക്തരുടെയും ഉള്ളിൽ തൻ്റെ ഭക്തനാണോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഗീതാധ്യാനം കൊണ്ട് എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഭഗവാനെ ഏതെങ്കിലും ഒരു നിമിഷം, ഒരു തവണയെങ്കിലും ഭഗവാനെ ഏതെങ്കിലും ഒരു നാമം വിളിച്ചാൽ ഭഗവാൻ നിങ്ങളെ തൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. അത്രയും മഹത്തരമായ ഈ നാമജപത്തിന്റെ പ്രാധാന്യം ഈ കലികാലത്തിൽ വീണ്ടും വീണ്ടും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നാമജപം വേണം. ഞാൻ എൻ്റെ ഈ ഗീതാ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ അമ്പലങ്ങളിലും, എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മതപഠനശാലകൾ ഉണ്ടാവണം, കുട്ടികൾക്കുള്ള ഗീതാ ക്ലാസ്സുകൾ ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യബോധം കൂടി ഞാൻ ഈ ഗീതാമൃതത്തിലൂടെ ഞാനത് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് അധ്യായത്തിൽ എവിടെ ഞാൻ സംഭാഷണം, അതായത് സ്പീച്ച് നടത്താൻ പോകണു, ആ അമ്പലങ്ങളിലും എല്ലാം ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചാൽ ഭഗവത് കഥകൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ഹിന്ദു ക്ഷേത്രങ്ങളിലും മതപഠനശാലകൾ വരണം, കുട്ടികൾക്കുള്ള ഗീതാ പഠന ക്ലാസ്സുകൾ വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലങ്ങളിലോ ദേവീക്ഷേത്രങ്ങളോ എന്തോ ആയിക്കോട്ടെ, അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഒരു മതപഠനശാല ഉണ്ടാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മുതലുള്ള കാലം കലികാലത്തിന്റെ അത്യുത്തമമായ, അതായത് ആ ഒരു വളരെ വേസ്റ്റായ കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കലികാലത്തിൽ 5000 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നുണ്ട് കാലങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഞാൻ പറയാണ്, നമ്മുടെ 5-ാമത്തെ ഗീതാധ്യാനം ഞാൻ ചൊല്ലാണ്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച സൈഭശ്ച നരപുങ്കവഃ. ഇതെല്ലാം ദുര്യോധനൻ ആരോട്? ദ്രോണാചാര്യരോട് പറയുന്ന ഭാഗത്തെ ഒരു പ്രത്യേകതകളാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദുര്യോധനനോട് എന്താ പറയാ, മുനിശ്രേഷ്ഠ, അങ്ങ് ആചാര്യ, ആരെല്ലാമാണുള്ളത്? ദൃഷ്ടദ്യുമ്നനെ പോലുള്ള മഹാരഥന്മാർ മാത്രമല്ല പാണ്ഡവ സൈന്യത്തുള്ളത്. ദൃഷ്ടകേതു, പിന്നെ ചേകിതാനൻ, കാശി രാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈഭ്യൻ എന്നീ
വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ദ്രോണാചാര്യരെ അദ്ദേഹത്തിനോട് പറയാണ്, അല്ലയോ ആചാര്യ, അങ്ങ് കാണുന്നില്ലേ, ഇതൊന്നും ഇപ്പോ ദുര്യോധനൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട, ദ്രോണാചാര്യർക്ക് അറിയാം. ഇതൊക്കെ ദുര്യോധനൻ എന്തുകൊണ്ടാണ് പറയുന്നത്? മികച്ചൊരു രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായ ദുര്യോധനൻ തനിക്ക് പേടിയില്ല എന്ന് കാണിക്കാനും എന്നാൽ ആ പേടി ദുര്യോധനൻ ആ ദ്രോണാചാര്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ഓരോ രാജാക്കന്മാരെ എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിനോട് ദ്രോണാചാര്യരോട് പറയുന്നത്. അപ്പോ അദ്ദേഹം അത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. അപ്പൊ വീണ്ടും ദുര്യോധനൻ പറയാണ്, യുദ്ധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഈ പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് സമന്മാരായ ശൂരന്മാരുമുണ്ട് ആചാര്യ എന്ന് പറയാണ്. ആരെല്ലാമാണെന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ദ്രോണാചാര്യർക്ക് അറിയാത്ത യോദ്ധാക്കളോ പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമുള്ളത്? എങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ ഒരു രാജാവ് എന്ന നിലയിൽ ആ രാജാവ് പറയുന്നത് കേട്ട് മിണ്ടാതെ അക്ഷോഭ്യനായി ദുര്യോധനനെ കേട്ടുനിന്നു. ആര്? ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ പറയാണ്, എന്താണ് ദ്രോണാചാര്യനോട് പറയുന്നത്? യുയായുധൻ, അതാണ് യുയുധാനൻ, വിരാട രാജാവ്, മഹാരഥനായ ദ്രുപദൻ. ദൃഷ്ടദ്യുപ്നാണെങ്കിൽ മുമ്പിൽ നിൽക്കണമെങ്കിലും ദൃഷ്ടദ്യുപ്നന്റെ പിന്നാലെ ദ്രൗപദിയുടെ പിതാവായ ദ്രുപദനുമുണ്ട്. കാരണം എന്താണ്? തന്റെ മരുമകളുടെ ഭർത്താക്കന്മാരാണ് അല്ലെ, തന്റെ മകളുടെ ഭർത്താക്കന്മാരാണ്. 5 മരുമക്കളാണ് പാണ്ഡവര് ദ്രുപദന്റെ. അപ്പൊ പിന്നെ അദ്ദേഹം അവിടെ നിൽക്കാതിരിക്കോ? ദ്രുപദൻ, പിന്നെ ആരാണ്? ദൃഷ്ടകേതു, ചേകിതാനൻ, പിന്നെ കാശി രാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ, മനുഷ്യന്മാരില് ഏറ്റവും വലിയ ആയോധന കലകളിലുള്ള ശൈബ്യൻ, വിക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, സുഭദ്രയുടെ പുത്രൻ അഭിമന്യു, പാഞ്ചാലി പുത്രന്മാരായ പ്രതിവന്ധ്യൻ, സൂതസോമൻ, ശ്രുതകീർത്തി, ശതാനികൻ, സൂത്രസേനൻ തുടങ്ങിയ എല്ലാവരും മഹാരഥന്മാർ തന്നെ ആചാര്യ, അങ്ങേക്ക് അറിവുള്ളതല്ലേ എന്ന് ദുര്യോധനൻ വീണ്ടും പോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിളമ്പാണ് ഓരോ കാര്യങ്ങൾ. പാണ്ഡവ സൈന്യപക്ഷത്തുള്ള വിവിധങ്ങളായ രാജാക്കന്മാരുടെ ആ ഓരോ കാര്യങ്ങൾ. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ദ്രോണാചാര്യർക്കുണ്ടോ? ദ്രോണാചാര്യരെ പോലെ ഇത്ര വില്ലാളി വീരൻ, അതായത് ഇത്രയും വലിയ അർജുനന് പോലും എന്താ പറയാ നമ്മുടെ യുദ്ധപാഠവം അഭ്യസിച്ചു കൊടുത്ത ദ്രോണാചാര്യർക്ക് എന്തിനാണ് ഇവരെ എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? പേടിയാണ്, ഉള്ളിലുള്ള ആ ഭയം. അതിനാണ് ഈ ആചാര്യരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്കറിയാം, ഈ അന്യായം കാണിക്കുമ്പോൾ അവിടെ അധർമ്മത്തിന്റെ കൂടെ ഭഗവാൻ ഉണ്ടാവില്ല എന്ന് പറയും നമ്മൾ. അപ്പോ ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് ഭഗവാൻ കുറേ പരിശ്രമിച്ചിരുന്നു. നമ്മൾ പറയും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് ഈ ഭൂലോകത്തിന്റെ തന്നെ ഉന്നമനത്തിന് അത്യാവശ്യമാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും യുദ്ധം ഉണ്ടായേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ നിവർത്തിയില്ല. ഭഗവാൻ കുറേ അധികം ശ്രമിച്ചിരുന്നു. അവസാനം ഈ യുദ്ധം തന്നെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഭഗവാൻ ഒരിക്കൽ അന്തഃപുരത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ആദ്യം യുധിഷ്ഠിരൻ വന്നു. യുധിഷ്ഠിരനല്ല, ദുര്യോധനൻ, കൗരവ രാജാവായ ദുര്യോധനൻ വന്നപ്പോ അദ്ദേഹം ഉറങ്ങാണ്. ആര്? ഭഗവാൻ. അപ്പൊ വേഗം തന്നെ ദുര്യോധനൻ എന്ത് ചെയ്തു? തലക്കൽ പോയിരുന്നു, ഭഗവാന്റെ തലഭാഗത്ത് പോയി വളരെ വീര്യവാനായിട്ട് ഇങ്ങനെ ഇരുന്നു. ഭഗവാൻ എണീക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് കയ്യൊക്കെ കെട്ടി രാജാവിന്റെ പ്രൗഢിയോട് കൂടി ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആര് വന്നു? അർജുനൻ വന്നു. വില്ലാളി വീരനായ അർജുനൻ ഭഗവാനെ കാണാൻ വന്നു. യുദ്ധമൊക്കെ എന്തായാലും നടക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തില് അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോ അർജുനൻ വേഗം പോയി എവിടെ പോയിരുന്നു? ഭഗവാന്റെ കാൽക്കൽ പോയിരുന്നു. പ്രൗഢഗംഭീരനായ ദുര്യോധനൻ കാലും കയറ്റി കയ്യും കെട്ടി ഇങ്ങനെ ഇരുന്നു. എന്താണ് ദുര്യോധനൻ വിചാരിച്ചത്? ഭഗവാൻ ആദ്യം എണീക്കുമ്പോൾ എന്നെയാണ് കാണുക, അപ്പോൾ ഞാനായിട്ട് ചോദിക്കാം. പക്ഷെ എല്ലാം കണ്ട് കള്ളക്കണ്ണൻ, അതായത് നമ്മുടെ ഭഗവാൻ എല്ലാം അറിയാം. അദ്ദേഹം ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ എണീച്ച അദ്ദേഹം ആദ്യം കണ്ടത് ആരെയാണ്? കാൽക്കലിരിക്കുന്ന അർജുനനെയാണ് കണ്ടത്. അർജുന, എന്താ വിശേഷം?
അപ്പോ ദുര്യോധനൻ പറയും, അങ്ങ് എന്നെ കണ്ടില്ലേ, ഞാനിവിടെ ഇരിക്കുന്നു. അയ്യോ ദുര്യോധന, ക്ഷമിക്കണം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ കണ്ട കാഴ്ച കാലിൻ്റെ അടിയിലിരിക്കുന്ന നമ്മുടെ അർജുനനെയാണ്. ഓ അങ്ങുമുണ്ടോ, എന്താണ് രണ്ടുപേരും കൂടി? ഭഗവാൻ അറിയാത്തത് എന്താണ്? ത്രികാലജ്ഞാനിയായ ഗുരുവായൂരപ്പൻ അല്ലേ, കൃഷ്ണൻ. ആ ഭഗവാൻ എന്താ അറിയാത്തതെങ്കിലും അദ്ദേഹം ചോദിച്ചു, എന്താണ് വന്നത്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ ദുര്യോധനൻ പറഞ്ഞു, എന്തായാലും യുദ്ധം ഒഴിവാക്കപ്പെടാത്ത കാര്യസ്ഥിതിക്ക് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്താ വേണ്ടത്? എൻ്റെ ഇത്രയും അക്ഷൗഹിണി പട, എൻ്റെ പട എൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ ഉൾപ്പെടെയുള്ള ആ പട വേണോ, അതോ എന്നെ വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ദുര്യോധനൻ ആലോചിച്ചു, ഇത്രയും വലിയ പടകൾ മതി, ഈ ഭഗവാനെ കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം അല്ലേ? അപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഭഗവാൻ, ഞാൻ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ദുര്യോധനൻ വിചാരിച്ചു, ഇനിയിപ്പോ എന്താ കാര്യം, ആയുധവും എടുക്കില്ല. അപ്പോ വേഗം തന്നെ ചാടിക്കേടി പറഞ്ഞു, ഭഗവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ പട, എല്ലാ പടകളും എൻ്റെ കൂടെ വന്നാൽ മതി. പിന്നെന്താണ്, ദുര്യോധനന്റെ ഗുരുവാണ് ബലരാമൻ, അതും കൂടി ഉണ്ട്. ഗുരുവാണ്, ദുര്യോധനന്റെ ഗുരുവാണ്. അപ്പൊ ആ ഗുരുവും കൂടി തന്റെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ ജ്യേഷ്ഠൻ പറഞ്ഞതല്ലേ അനിയൻ കേൾക്കൂ എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായത് കൊണ്ടായിരിക്കാം ദുര്യോധനൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ പടകളെല്ലാം ദുര്യോധന പക്ഷത്തും. അർജുന, എന്താണ് നിനക്ക് വേണ്ടത്? അങ്ങ് മതി ഭഗവാനെ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങ് മതി. അർജുന, ഞാൻ ആയുധമെടുക്കില്ല, വെറും ഒരു തേരാളി മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഭഗവാൻ മതി ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പക്ഷത്തും രണ്ടുപേരും സമാധാനപരമായി പോയി. ഈ ഒരു സന്ദർഭം നമ്മുടെ ഈ പുരാണത്തിൽ കാണുന്നുണ്ട്, പല പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ആര് വേണമെങ്കിൽ നമുക്ക് എതിരായി നിന്നോട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, ആര് വേണമെങ്കിലും നമ്മളെ തോൽപ്പിച്ചോട്ടെ, പക്ഷേ ഭഗവാൻ നമ്മളെ തോൽപ്പിക്കരുത്. എന്താ കാരണം? ഭഗവാൻ തോൽപ്പിച്ചാ പിന്നെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ വിശ്വാസം, ആ ഭക്തി, ഭഗവാനെ എൻ്റെ കൂടെ വരണമേ, എൻ്റെ കൂടെ ഉണ്ടാവണേ കൃഷ്ണ. എന്തിനാണ് അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആരാധനാലയത്തിലേക്ക് പോയി ഭഗവാനെ കാണുന്നത്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മളിൽ തന്നെയാണ് ഭഗവാൻ. ആ ഭഗവാനെ നമുക്ക് ഉണർത്തണമെങ്കിൽ, അതാണ് നമ്മൾ പറയുന്നത് ആധ്യാത്മികം എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നത് എന്തോ അതാണ് ആധ്യാത്മികം. ആധ്യാത്മിക ക്ലാസ്സുകൾ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയോ? വയസ്സായവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളാണ്. വയസ്സായവർക്കാണ് ആധ്യാത്മികം. അല്ല, എല്ലാവരിലും ഉണ്ട് ആത്മാവും പരമാത്മാവും അല്ലേ? നമ്മുടെ ബോഡി, ആ ബോഡിയിലുള്ള ആ പരമാത്മാവ്, ആ പരമാത്മാവിനെ ഒന്നും ചെയ്യാതിരുന്ന പരമാത്മാവ് അവിടെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ പരമാത്മാവിനെ ഉത്തേജിപ്പിക്കാനാണ് നമ്മൾ നാമജപത്തിലൂടെ, നമ്മുടെ യോഗ സാധനയിലൂടെ, ഭഗവാന്റെ ആ മന്ത്രജപത്തിലൂടെ ആ ആത്മാവ് ആ വളരെ നല്ല രീതിയിൽ ഉജ്ജ്വലിക്കണം. ആ നാമജപത്തിന്റെ ശക്തി, സാധന എന്ന് പറയുക, സാധന. ആ സാധനയിലൂടെ നമുക്ക് ഭഗവാന്റെ ആ ഒരു സന്തോഷം, ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ഐശ്വര്യം നമുക്ക് കിട്ടാണ്. ഇന്ന് ഇവിടെ ഇരിക്കുക എനിക്ക് ഇത് പറയാൻ പ്രാപ്തയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷത്തെ സാധനയിലൂടെ ഭഗവാൻ എനിക്ക് നൽകിയ അനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ. ഭഗവാൻ നൽകിയ അനുഗ്രഹമാണത്. ഭഗവാൻ ഇന്ന് വിചാരിച്ചാൽ നാളെ നിർത്താവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ഞാൻ പറയുന്നു, എന്ത് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നു, എന്ത് ഗീത പഠിപ്പിക്കുന്നുവോ, കുട്ടികളെ പഠിപ്പിക്കുന്നുവോ, എന്ത് ആധ്യാത്മിക ക്ലാസ്സുകൾ ഞാൻ പറയുന്നുവോ, എന്ത് ഭഗവത് കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എല്ലാം ഞാൻ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. എനിക്കൊന്നും കഴിവില്ല കൃഷ്ണ. ഭഗവാനെ, ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ് ഭഗവാന്റെ. ആ ഭഗവാന്റെ ഉപകരണം അദ്ദേഹം പറയുന്നത് പോലെ നീ ഇത് ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസം, ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഗീത ഇവിടെ. അപ്പൊ അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും പറ്റിയിട്ട് ദുര്യോധനൻ പോയിട്ട് ഈ പാണ്ഡവ സൈന്യത്തിലുള്ള ആൾക്കാരെയൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കാണ്. അസ്മാകം തു വിശിഷ്ടായേ താനിബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സ്വപ്നാർത്ഥം താൻ ഭ്രമീമി തേ. അപ്പോ ദുര്യോധനൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ദ്രോണാചാര്യർ ഇങ്ങനെ അസ്ത്രമൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ശംഖു ഊതാനുള്ള ആ ഒരു ശ്രമം ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇവന്റെ പറച്ചില്, ഈ ദുര്യോധനൻ എന്താ പറയണത്, ഇവനെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയട്ടെ എന്നുള്ള ക്ഷമാപണത്തോട് നിൽക്കുമ്പോൾ ദുര്യോധനന് മനസ്സിലായി അദ്ദേഹത്തിന് ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കണ കണ്ടപ്പോൾ ദുര്യോധനൻ ഒന്ന് അടവ് മാറ്റി. എന്ത് പറഞ്ഞു?
അവരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരല്ലോ. നമ്മുടെ ഭാഗത്തും നമുക്ക് വിശിഷ്ട വീരന്മാരായ യോദ്ധാക്കളുണ്ട് കൗരവപക്ഷത്തും എന്ന് പറയാൻ വേണ്ടി. എന്നാൽ ആചാര്യരെ, നമ്മുടെ സൈന്യത്തിലെ വിശിഷ്ടന്മാരായ നായകന്മാരെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാം. ദുര്യോധനൻ ചെറുതൊരു വൈക്ലഭ്യം വന്നു. കാരണം എന്താണ്? ശരിക്കു പറഞ്ഞാല് മറ്റുള്ളവരുടെ യുദ്ധതന്ത്രവും ആ യുദ്ധത്തിലുള്ള വില്ലാളി വീരന്മാരെയും കുറിച്ച് വീണ്ടും വീണ്ടും ബോധവാനാകുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? പേടി, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ യോദ്ധാവ് ആചാര്യനായ ദ്രോണാചാര്യരോട് പോയിട്ട് ഇന്ന ഇന്ന ആൾക്കാര് പാണ്ഡവ സൈന്യത്തുണ്ട് എന്ന് പറഞ്ഞ് എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? അതിന്റെ അർത്ഥം എന്താ? ഉള്ളിന്റെ ഉള്ളിലൊരു ഭീതി വന്നിരിക്കുന്നു, ഭീതി പടർന്നു വന്നിരിക്കുന്നു. എന്ത് വലിയ രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനും ഭരണാധികാരി ആയിരുന്നാലും ആ തിന്മ ഞങ്ങളിലുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്ന് വന്ന ഒരു ഭയമാണ് ദുര്യോധനനെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നതെന്ന് ആ മഹാനുഭാവനായ ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നപ്പോ ദുര്യോധനൻ ഒന്ന് അടവ് മാറ്റി. എന്ത് പറഞ്ഞു? നമ്മുടെ പക്ഷത്തും ഉണ്ട് കേട്ടോ ആചാര്യ. അവര് മാത്രല്ല, നമ്മുടെ പക്ഷത്തും, അതായത് കൗരവപക്ഷത്തും നിറയെ സൈന്യത്തിലെ വിശിഷ്ടന്മാരായ നായകന്മാരെ കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് കേട്ടാലും എന്ന് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർ ജയദ്രഥഃ. പിന്നീട് കൗരവപക്ഷത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് വീമ്പിളക്കാൻ തുടങ്ങി. ശരിക്കും അതിന് പറഞ്ഞാൽ ആ ഒരു വേടനെ നമുക്ക് ഉപയോഗിക്കാം. വീമ്പിളക്കാന്ന് പറയില്ലേ നമ്മൾ. അതായത് എന്ത് പറഞ്ഞിട്ടും അവസാനത്തെ ആ ഒരു യുദ്ധം എന്താണെന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ്. ആ യുദ്ധത്തിന്റെ ആ ഒരു ഫലം എന്താണെന്നൊക്കെ അറിയാം. എങ്കിലും പറഞ്ഞു കൊടുക്കാണ് ഭവാൻ, അതായത് അങ്ങ്. ദ്രോണാചാര്യര് തന്നെ തന്റെ ഭാഗത്തുണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കാനുള്ളത്, അല്ലേ? ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഒക്കെ ന്യായം പാണ്ഡവപക്ഷത്താണെന്ന് അറിയാമായിരുന്നെങ്കിലും അവരെല്ലാം മനഃപൂർവ്വം കണ്ണടച്ച് ഇവരുടെ പക്ഷത്ത്, കൗരവപക്ഷത്ത് നിൽക്കേണ്ടതായി വന്നു. അവരുടെ ആ ഒരു ധർമ്മം അവിടെ ഒന്നിനും അവർക്ക് അവരുടെ ഡ്യൂട്ടി കൗരവ ധൃതരാഷ്ട്രരോടുള്ള കൂറായിരുന്നു. അതുകൊണ്ട് അവർ ഇവന്റെ പക്ഷത്ത്, അതായത് ദുര്യോധനാദികളുടെ പക്ഷത്ത് നിന്നു. അപ്പൊ പറയണ അങ്ങുണ്ട് ഞങ്ങൾക്ക്. ആരാണ് അങ്ങ്? ദ്രോണാചാര്യരായ അങ്ങുണ്ട്, ഭീഷ്മ പിതാമഹനുണ്ട്, കർണനുണ്ട്, യുദ്ധവിജയിയായ കൃപരുണ്ട്, അശ്വത്ഥാമാവുണ്ട്. അതായത് ആരാണ് അശ്വത്ഥാമാവ്? ദ്രോണാചാര്യരുടെ ഒരേ ഒരു പുത്രൻ അശ്വത്ഥാമാവുണ്ട്, വികർണനും സോമദത്ത പുത്രനും ജയദ്രഥനുമുണ്ട്. അല്ലയോ ആചാര്യ? ഇതൊന്നും ദ്രോണാചാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹത്തിന് എല്ലാം അറിയാം. ആരാണ് എന്താണ് എന്നും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോ എന്നും ഈ തിന്മ എവിടെയുണ്ടോ അവിടെ അധർമ്മം. ആ അധർമ്മത്തിലാണ് തിന്മ ഉണ്ടാവുക. നമ്മൾ എപ്പോഴും പറയും നന്മയും തിന്മയും, അല്ലേ? ശത്രുവും മിത്രവും നേട്ടവും കോട്ടവും ഇതിനെല്ലാം ഒരു വിപരീത അർത്ഥം വരണമെങ്കിൽ, എന്നിട്ട് പോലും ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നിട്ട് പോലും നടക്കാതിരുന്ന ആ പ്രയത്നത്തിന്റെ ഫലത്തിനൊടുവിൽ സംഭവിച്ചതാണ് ഈ യുദ്ധം. അപ്പോ ഈ അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? അർജുന വിഷാദ യോഗം എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അർജുനൻ ഈ മഹാരഥന്മാരെ എല്ലാം കണ്ടപ്പോ വിലാളി വീരനായ അർജുനൻ വിഷാദത്തിൽ അകപ്പെട്ടു. തൻ്റെ ബന്ധുക്കളെ, തൻ്റെ ആചാര്യന്മാരെ, തൻ്റെ സുഹൃത്തുക്കളെ എങ്ങനെ കൊല്ലും ഭഗവാനെ? ഈ യുദ്ധത്തിൽ എനിക്ക് യുദ്ധം വേണ്ട കൃഷ്ണ, എനിക്ക് കയ്യും കാലും തളരുന്നു മഹാപ്രഭോ, ഞാൻ ഈ യുദ്ധത്തേർത്തടത്തിൽ കുഴഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ അധ്യായം, അല്ലെ? നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ 5, 6, 7, 8 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈ 8 ശ്ലോകത്തിലും എന്താ പറയുന്നത്? കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും അതികായകന്മാരായ വിലാളി വീരരായ ആളുകളെ ദുര്യോധനൻ പേടിച്ചുകൊണ്ട്, തൻ്റെ ഉള്ളിലുള്ള ഭീതി മറച്ചു വെച്ചുകൊണ്ട് ദ്രോണാചാര്യരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പാഴ്ശ്രമം നടത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഗീത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എന്നും പറയുന്ന പോലെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണെന്നറിയോ ഈ കഥ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ കഥയിലൂടെ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറഞ്ഞിരുന്നു,
എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അർജുന നീ തളരരുത്. ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണത്. അപ്പോ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ? ഏതു കാലത്തും മരണമില്ലാത്തവരാണ് ചിരഞ്ജീവികൾ. ആ ചിരഞ്ജീവികളായ ഹനുമാൻ സ്വാമി എന്നും അർജുനന്റെ ആ രഥത്തിന്റെ ആ കൊടിയടയാളത്തിൽ സന്നിഹിതനായിരുന്നു. ആ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അർജുനന് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷെ ആ ഹനുമാൻ സ്വാമി എങ്ങനെയാണ് അർജുനന്റെ ആ കൊടിമരത്തിൽ വന്നത് എന്നുള്ളൊരു കഥയാണ് നമുക്ക് പറയാൻ പോകുന്നത്. അദ്ദേഹം അർജുനനോട് പറഞ്ഞു, നീ ഹനുമാൻ സ്വാമിയെ ധ്യാനിക്ക്, അദ്ദേഹം ചിരഞ്ജീവിയാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞ പ്രകാരം ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചു. അദ്ദേഹം ഉടനടി കൗരവ യുദ്ധ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു ഹനുമാനോട്, ഹനുമാൻ, ത്രേതായുഗത്തിൽ പറഞ്ഞു തന്ന വിജയപ്രദ സ്തോത്രം ഈ നിമിഷം അർജുനന് ഉപദേശിച്ചു കൊടുത്താലും എന്ന് ഗുരുവായൂരപ്പനായ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു. ഹനുമാൻ സ്വാമി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് തന്നെയല്ലേ എനിക്ക് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് എന്താ പറയുക, ലങ്ക ചാടിക്കിടക്കാനായിട്ട് വിജയപ്രദ സ്തോത്രം ഉപദേശിച്ചു തന്നത്. അപ്പൊ അങ്ങ് തന്നെയല്ലേ ഇത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. കാരണം എന്താ, ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ആരായി മാറി കൃഷ്ണ ഭഗവാൻ അല്ലേ? ഒരേ അവതാരങ്ങൾ തന്നെയല്ലേ? അപ്പോ ഭഗവാൻ പറഞ്ഞു, അല്ല ഹനുമാൻ, അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കും. അന്ന് ആ യുദ്ധമധ്യത്തിൽ അർജുനന് വിജയപ്രദ സ്തോത്രം ഉപദേശിച്ചു കൊടുത്ത്, എന്നിട്ടും അർജുനന് ആ ഒരു ഭീതി മാറുന്നില്ല എന്ന് കണ്ട ഹനുമാൻ സ്വാമി പറഞ്ഞു, അല്ലയോ അർജുന, യുദ്ധം കഴിവോളം അങ്ങയുടെ കൊടിമരത്തിൽ ഞാൻ സന്നിഹിതനായിരിക്കും. അങ്ങ് ധൈര്യമായി പാർത്ഥ ഭഗവാനോടൊപ്പം യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലളിതമായ രീതിയിലാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഭക്തി ഭക്തി ഭക്തി. എല്ലാവർക്കും ഭക്തി വേണം. ഈ കലികാലത്ത് ഏറ്റവും വേണ്ടത് നാമജപത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ.